നമസ്കാരം. കഴിഞ്ഞ വർഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു വർഷത്തിന് ശേഷം UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫ്ലുവൻസറും സംരംഭകയും ഗായികയും അഭിനേത്രിയുമായ രവാൻ ബിൻ ഹുസൈൻ തികച്ചും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയോടെയാണ് ഈ റമദാനെ വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷം താൻ അനുഭവിച്ച 6 മാസത്തെ ജയിൽവാസം തൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന വ്യത്യസ്തമായ വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ 70 ലക്ഷത്തിലധികം ഫോളോവേഴ്സും യൂട്യൂബിൽ 7 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമുള്ള റവാൻ കഴിഞ്ഞ ഒരു വർഷം തൻ്റെ ജീവിതത്തിലെ മുൻഗണനകളെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ച ഒരു വഴിത്തിരിവായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. വളർച്ചയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ജീവിതം പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചും അവർ സംസാരിച്ചതും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ അനുഭവങ്ങൾ ജീവിതത്തെ പുനർമൂല്യനിർണ്ണയം ചെയ്യുവാനും വിശ്വാസം ശക്തിപ്പെടുത്തുവാനും തന്നെ പ്രേരിപ്പിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. 2024 നവംബറിൽ താൻ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ICUവിൽ പ്രവേശിക്കപ്പെട്ടിരുന്നുവെന്നും അടുത്തിടെ അവർ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു. വ്യക്തിപരമായ നഷ്ടങ്ങളും വൈകാരികമായ പോരാട്ടങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തെയും അവർ ഓർത്തെടുത്തു. എൻ്റെ വിവാഹമോചനം എന്നെ തളർത്തിയിരുന്നു. എൻ്റെ അമ്മയുടെ മരണം എന്നെ തകർത്തിരുന്നു. ആ ദുഃഖം അനുഭവിച്ചു തീർക്കുന്നതിന് പകരം വികാരങ്ങളെ തളച്ചിടാൻ ഞാൻ ലഹരി വസ്തുക്കളെ ആശ്രയിച്ചു. അതിജീവനത്തിനായി ഞാൻ വ്യായാമം ചെയ്യാൻ തിരഞ്ഞെടുത്തു. ഒടുവിൽ പരിക്കേൽക്കുന്നത് വരെ മണിക്കൂറുകളോളം ഞാൻ വർക്കൗട്ടുകൾ ചെയ്തുവെന്നും അവർ കുറിച്ചു. കഴിഞ്ഞ വർഷം അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം ഇത്തരം വ്യക്തിപരമായ തൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ വലിയ ആശ്വാസമായി മാറിയെന്നാണ് റവൻ അവകാശപ്പെടുന്നത്. ജയിൽവാസം തൻ്റെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിയെന്നും ജീവിതത്തിലേക്ക് തിരികെ എത്താൻ തന്നെ ഇത് സഹായിച്ചുവെന്നും അവർ പറയുന്നു. കഴിഞ്ഞ വർഷം പൊതുമര്യാദകൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി ഈ ഇൻഫ്ലുവൻസറെ 6 മാസം തടവിനും 20,000 ദിർഹം പിഴയ്ക്കും ശിക്ഷിച്ചതായി ചില കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും തൻ്റെ സമീപകാല പോസ്റ്റുകളിൽ അവർ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പകരം ആ കാലഘട്ടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെക്കുറിച്ചായിരുന്നു അവർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്.